എല്ലാവർക്കും ഹാപ്പി ഈസ്റ്റർ. അപ്പൊ ഇന്ന് എന്താ ഈസ്റ്റർ പ്രമാണിച്ച് എല്ലാവർക്കും സ്പെഷ്യല് നമുക്ക് വട്ടയപ്പാണ് കേട്ടോ. ഇതാ എല്ലാ ഈസ്റ്ററിനും നമ്മൾ വട്ടയപ്പം അല്ലെങ്കിൽ ഒന്നെങ്കിൽ പിടിയും കോഴിയൊക്കെ ഉണ്ടാക്കാറുണ്ട്. ഇപ്രാവശ്യം വട്ടയപ്പാണ് ഉണ്ടാക്കിയത്. വട്ടയപ്പം ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. കൂടുതൽ ഇഷ്ടം പിന്നെ നമ്മുടെ ശർക്കരയിൽ ഒക്കെ ചെയ്തെടുക്കുന്ന വട്ടയപ്പാണ് ഇഷ്ടം. അപ്പൊ രാവിലെ ഞാൻ എഴുന്നേറ്റിട്ട് വട്ടയപ്പം ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് പോലത്തെ വട്ടയപ്പം റെഡി ആയിട്ടുണ്ട്. ഒന്നിന് മാത്രം ഞാൻ കശുവണ്ടിപ്പരിപ്പ് ചേർത്തു. ഇവിടെ പിള്ളേർക്ക് കശുവണ്ടിപ്പരിപ്പ് ഒന്നും അതിൻ്റെ മുകളിൽ ഇഷ്ടമല്ല കേട്ടോ. ഇപ്പം ഞാൻ ഇതിൻ്റെ റെസിപ്പി ഇടാത്ത എല്ലാവർക്കും വട്ടയപ്പമൊക്കെ ഉണ്ടാക്കാൻ അറിയുന്നതാണല്ലോ. ഞാൻ കഴിഞ്ഞ വർഷം ഞാൻ വട്ടയപ്പത്തിൻ്റെ റെസിപ്പി ഇട്ടിട്ടുണ്ടായിരുന്നേ. അപ്പം ഈസി ആയിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു വട്ടയപ്പത്തിൻ്റെ റെസിപ്പിയാണ്. നല്ല മുറിഞ്ഞു പോയി. അപ്പൊ നമ്മുടെ ഈസ്റ്റർ സ്പെഷ്യല് പൂപോലത്തെ വട്ടയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് രാവിലെ. അപ്പൊ എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് എന്തൊക്കെയാണ് ഈസ്റ്റർ സ്പെഷ്യൽ എന്നുള്ളതെന്ന് കമന്റ് ചെയ്യാൻ മറന്നു പോകണ്ട. അപ്പൊ ഇത് കൂട്ടി കഴിക്കാൻ വേണ്ടിട്ട് നല്ല ചിക്കൻ കറി ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മുടെ മക്കൾസിന് വട്ടയപ്പം ഉണ്ടാക്കി കഴിഞ്ഞാൽ ചിക്കൻ കറി ഉണ്ടാക്കി കൊടുക്കണം. എല്ലാ വർഷവും നമ്മൾ എന്തായാലും പിടിയും കോഴിയും ഒക്കെയാണ് ഉണ്ടാക്കാറ്. ഇന്നിപ്പോ വട്ടയപ്പം ചിക്കൻ കറി ആട്ടോ. നമ്മുടെ അച്ചുക്കുട്ടനൊക്കെ കൂട്ടി കഴിക്കാൻ വേണ്ടിട്ട് നല്ല ചിക്കൻ കറിയും വട്ടയപ്പാണ് കേട്ടോ. അപ്പൊ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും നല്ലൊരു ഈസ്റ്റർ ആശംസിക്കുന്നു. അപ്പൊ നിങ്ങളുടെ ഈസ്റ്റർ സ്പെഷ്യൽ എന്തൊക്കെയാണെന്ന് കമന്റ് ചെയ്യാൻ മറന്നു പോകരുത്. നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം.